മഴയിൽ തൃശൂരിലെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോണർ തകർന്നു. ശക്തൻ തമ്പുരാന്റെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ച വേദിയുടെ അടിത്തറയാണ് തകർന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ പുനർനിർമ്മിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, ഈ മഴ തുടങ്ങിയതിനു ശേഷം തൃശൂരിൽ നിന്ന് മഴക്കാല കെടുതികൾ ഒട്ടനവധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തേതാണ് ഇത്. എന്താണ് വിവരങ്ങൾ? പ്രവിധ, ഏറെ ചരിത്ര പ്രാധാന്യമുള്ള വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറയാണ് ഈ കനത്ത മഴയിൽ ഇളകിയത്. 2 ദിവസമായി തൃശ്ശൂരിൽ തുടരുന്ന നഗരത്തിൽ വലിയ രീതിയിൽ മഴ തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വെള്ളം തങ്ങി നിന്നാണ് ഈ അടിത്തറ ഇളകിയതെന്നുള്ളതാണ് പറയുന്നത്. സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ നിർണായക പങ്കുവഹിച്ച ഇടമാണ് ഈ വിദ്യാർത്ഥി കോർണർ. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇവിടെ പുനർനിർമ്മാണം നടത്തുമെന്നുള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം സ്ഥലം സന്ദർശിച്ച ശേഷം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് 2 ഇടങ്ങളിൽ വൻ മരങ്ങൾ കടപുഴകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ ആശുപത്രിക്ക് ചേർന്നുള്ള മരമാണ് ആദ്യം രാവിലെ കടപുഴകുന്ന. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 2 ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്കാണ് ഈ മരം മറിഞ്ഞു വീഴുന്നത്. ഒരു ബസ് അതിലൂടെ പോയി സെക്കൻഡുകൾ മാത്രം കഴിയുന്ന സമയത്തായിരുന്നു ഈ വലിയ മരം മറിഞ്ഞു വീഴുന്നത്. വലിയ അപകടം തന്നെ ഒഴിവാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മരം മറിഞ്ഞു വീഴുന്നത് കണ്ട അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഓടി മാറിയതാണ് ഈ വലിയ ദുരന്തങ്ങളിലേക്ക് പോകാതെ ഈ കാര്യങ്ങൾ ഒതുക്കി നിർത്തിയത്. അതോടൊപ്പം തന്നെ തൃശൂർ പൂങ്കുന്നത്തും ഇതിന് പിന്നാലെ ഒരു വൻമരം കടപുഴകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും ഗതാഗത തടസ്സമുണ്ടായി. ഫയർഫോഴ്സ് എത്തിയാണ് 2 സ്ഥലങ്ങളിലെയും ഈ മരം മുറിച്ചു മാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കിയിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് വ്യാപക നാശനഷ്ടം വിവിധ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രവിധ, ശരി, തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത്.